നമസ്കാരം. മെട്രോമാറ്റിനിയിലേക്ക് സ്വാഗതം. സംഗീത വിവാഹമോചന ഹർജി നൽകിയതിന് പിന്നാലെ ജെയ്സൺ സഞ്ജയ് അച്ഛനുമായി അകൽച്ചയിലാണെന്ന റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. അച്ഛന്റെ നിഴലിൽ നിന്നും പൂർണ്ണമായി മാറി നിൽക്കാനാണ് മകന്റെ തീരുമാനം. വിജയ്ക്ക് ആരോപണ വിധേയയായ നടിയുമായി ബന്ധമുണ്ട് എന്നറിഞ്ഞപ്പോൾ തന്നെ അച്ഛനും മകനും തമ്മിൽ വലിയൊരു വഴക്ക് നടന്നുവെന്നും സഞ്ജയ് വീട് വിട്ടിറങ്ങാൻ അതാണ് കാരണമെന്നും നേരത്തെ പല തമിഴ് മാധ്യമങ്ങളിലും വാർത്ത വന്നിരുന്നു. കുടുംബത്തിനുള്ളിലെ അതൃപ്തികളെക്കുറിച്ച് പുറത്തുവരുന്ന വാർത്തകൾ ഏറെ ഞെട്ടിക്കുന്നതാണ്. റിപ്പോർട്ടുകൾ പ്രകാരം മകൻ ജെയ്സൺ സഞ്ജയ്ക്ക് വിജയോട് കടുത്ത ദേഷ്യമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. തങ്ങളുടെ അമ്മ സംഗീത നേരിട്ട അനീതിയിൽ മകൻ അതീവ അസ്വസ്ഥനാണെന്നും അച്ഛന്റെ പേര് തന്റെ ഔദ്യോഗിക പേരിൽ നിന്ന് സഞ്ജയ് നീക്കം ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെന്നും വരെ ചർച്ചകൾ നടക്കുന്നുണ്ട്. വിജയ് സംഗീത ദാമ്പത്യത്തിലുണ്ടായ പ്രശ്നങ്ങൾ നടന്റെ അമ്മ ശോഭ ഇടപെട്ട് പരിഹരിച്ചതായി അടുത്തിടെ പ്രചരിച്ചിരുന്നു. വിജയ് സംഗീത ദാമ്പത്യത്തിലുണ്ടായ പ്രശ്നങ്ങൾ നടന്റെ അമ്മ ശോഭ ഇടപെട്ട് പരിഹരിച്ചതായി അടുത്തിടെ പ്രചരിച്ചിരുന്നു. എന്നാൽ ഇതിൽ എത്രത്തോളം സത്യമുണ്ടെന്നത് വ്യക്തമല്ല. ഇക്കാര്യങ്ങൾക്കെല്ലാം ഇടയിൽ ഒരു ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ വൈറലാകുകയാണ്. വിജയ് മകൻ സഞ്ജയ്ക്കൊപ്പം ഇരിക്കുന്ന ഫോട്ടോയാണ് വൈറലാകുന്നത്. ജെയ്സൺ സഞ്ജയുടെ ഇൻസ്റ്റഗ്രാം ഫാൻ പേജിലാണ് ഫോട്ടോ പ്രത്യക്ഷപ്പെട്ടത്. ഇന്ന് ഞാൻ എന്റെ ഡാഡിയെ സന്ദർശിച്ചു എന്നായിരുന്നു ഫോട്ടോയുടെ ക്യാപ്ഷൻ. തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക ഇൻസ്റ്റഗ്രാം പേജിനെ ടാഗ് ചെയ്താണ് ഫാൻ പേജ് ഫോട്ടോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. നിരവധി പേരാണ് ഫോട്ടോ കണ്ട് സന്തോഷം നിറഞ്ഞ കമന്റുകളുമായി എത്തിയത്. ഇങ്ങനൊരു ഫോട്ടോ കാണാനാണ് കാത്തിരുന്നത്. അച്ഛനും അമ്മയ്ക്കും മക്കളുടെ ജീവിതത്തിൽ തുല്യ റോളാണ്. ആരെയും ഒന്നിന്റെ പേരിലും തള്ളിക്കളയരുത് എന്നിങ്ങനെ ജെയ്സൺ സഞ്ജയെ ഉപദേശിച്ചുള്ളതാണ് ഏറെയും കമന്റുകൾ. അതേസമയം ചിലർ ഫോട്ടോ ഒറിജിനൽ അല്ലെന്നും AI ആണെന്നും കുറിച്ചെത്തി. വിജയ് തൃഷ ബന്ധം അറിഞ്ഞ ശേഷമാണ് സംഗീത നടനുമായുള്ള ബന്ധം അവസാനിപ്പിച്ചത്. സംഗീത പടിയിറങ്ങിയപ്പോൾ ഒപ്പം മക്കളായ ദിവ്യാസാക്ഷിയും ജെയ്സൺ സഞ്ജയും ഇറങ്ങി. അമ്മയ്ക്കൊപ്പം നിൽക്കാനാണ് മക്കൾ രണ്ടുപേരുടെയും തീരുമാനം. വിജയെ മകൻ സോഷ്യൽ മീഡിയയിൽ അൺഫോളോ ചെയ്തു. മുൻപ് അച്ഛനുമായി ബന്ധപ്പെട്ട് പോസ്റ്റ് ചെയ്ത പോസ്റ്റുകളെല്ലാം സഞ്ജയ് നീക്കം ചെയ്തു. അച്ഛനുമായി 3-4 വർഷമായി കോണ്ടാക്ട് ഇല്ലാത്ത മകൻ പെട്ടെന്ന് വന്ന് കണ്ട് ഫോട്ടോ പകർത്തിയെന്നത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണെന്നും ചിലർ കുറിച്ചു. സഞ്ജയ് സിനിമയിലേക്ക് ചുവടുവെക്കാൻ ഒരുങ്ങുകയാണ്. നടനായല്ല, സംവിധായകനായാണ് അരങ്ങേറ്റം. സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ പുരോഗമിക്കുന്നതിനാൽ ചെന്നൈയിൽ ഏറെയും സമയം സഞ്ജയ് ഉണ്ടാകാറുണ്ട്. വിജയ് അഭിനയിച്ച വേട്ടേക്കാരൻ എന്ന ചിത്രത്തിലെ ഒരു ഗാനരംഗത്തിൽ കുട്ടിക്കാലത്ത് സഞ്ജയ് പ്രത്യക്ഷപ്പെട്ടിരുന്നു. പിന്നീട് വിദേശത്തു പോയി സിനിമയെക്കുറിച്ച് പഠിച്ചു. അതേസമയം കഴിഞ്ഞ ദിവസമായിരുന്നു വിജയുടെ പിറന്നാൾ. തൃഷ എന്ത് ബോംബാണ് ഇനി പൊട്ടിക്കാൻ പോകുന്നത് എന്ന് അറിയാനുള്ള ആകാംക്ഷയിലായിരുന്നു സിനിമാ പ്രേമികൾ ഒന്നടങ്കം. വിജയുമായി നടി പ്രണയത്തിലായ ശേഷം എല്ലാ ജൂൺ 22-നും ആരാധകർ കാത്തിരിക്കുന്നത് തൃഷയുടെ പോസ്റ്റിന് വേണ്ടിയാണ്. ഇത്തവണ പ്രണയം ഒഫീഷ്യലാക്കുമോ എന്നറിയാനാണ് ഏവരും കാത്തിരിക്കുന്നത്. 26 വർഷത്തെ ദാമ്പത്യം അവസാനിപ്പിക്കാൻ അനുമതി തേടി ഫെബ്രുവരിയിലാണ് സംഗീത വിവാഹമോചന ഹർജി സമർപ്പിച്ചത്. അവിശ്വസനീയമായ വിജയം നേടി തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ വിജയ് മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് സംസ്ഥാനത്തിന് വേണ്ടി ചെയ്യുന്നത്. തമിഴ്നാടിന്റെ രാഷ്ട്രീയമോ ഭരണരീതികളോ ഒന്നും ഇതുവരെയും ശ്രദ്ധിക്കാതിരുന്നവർ പോലും അവിടെ നടക്കുന്ന സംഭവ വികാസങ്ങളും മാറ്റങ്ങളും ഇപ്പോൾ നിരന്തരമായി കണ്ടും കേട്ടും അറിയുകയാണ്. സിനിമയിൽ മാത്രമല്ല, മുഖ്യമന്ത്രി റോളിലും വിജയ് തമിഴ്നാട് ജനതയ്ക്ക് രക്ഷകനായി മാറിക്കഴിഞ്ഞുവെന്നാണ് റിപ്പോർട്ടുകൾ. എന്നിരുന്നാലും മുഖ്യമന്ത്രിയുടെ വ്യക്തിജീവിതം ഇപ്പോഴും ചർച്ചാ വിഷയം തന്നെയാണ്. ഭാര്യ സംഗീതയുമായുള്ള വിജയുടെ വിവാഹമോചന കേസ് ഇപ്പോഴും കോടതിയിലാണ്. ഒരാഴ്ച മുൻപ് കേസ് കോടതി പരിഗണിച്ചിരുന്നു. പക്ഷേ ഇരുവരും ഹാജരായിരുന്നില്ല. അതിനാൽ വിജയ്ക്കെതിരെ സംഗീത നൽകിയ വിവാഹമോചന ഹർജി ഓഗസ്റ്റ് 7-ലേക്ക് മാറ്റി. ചെങ്കൽപ്പേട്ട് കുടുംബ കോടതിയിലാണ് സംഗീത ഹർജി ഫയൽ ചെയ്തത്. വീഡിയോ കോൺഫറൻസിംഗ് വഴി ഹാജരാകണമെന്ന് ഇരുവരും ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും കോടതി അനുമതി നൽകിയിട്ടില്ല. ഇരുവരുടെയും ഇമെയിൽ ID അടക്കം രേഖകൾ നൽകാൻ കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. സംഗീതയും വിജയും വീണ്ടും ഒന്നിക്കാൻ പോകുന്നു എന്ന അഭ്യൂഹങ്ങൾ വാർത്താമാധ്യമങ്ങളിൽ നിറഞ്ഞിരുന്നു. മക്കൾക്ക് വേണ്ടി വിജയുടെ അമ്മ ശോഭ സംഗീതയുമായി സംസാരിച്ചുവെന്നും കാര്യങ്ങളെല്ലാം ഒത്തുതീർപ്പാക്കി ഇരുവരും ഒന്നിക്കുന്നുവെന്നുമാണ് പുറത്തുവരുന്ന വിവരം. വിജയുടെ പിറന്നാൾ ദിവസമായ ജൂൺ 22-ന് സംഗീതയ്ക്കൊപ്പമുള്ള ഫോട്ടോകളും പ്രത്യക്ഷപ്പെടുമെന്നും പ്രചാരണങ്ങൾ ഉണ്ടായിരുന്നു. കുടുംബാംഗങ്ങൾ ഇരുവരെയും അനുരഞ്ജിപ്പിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ ഈ വാർത്തകളെല്ലാം തന്നെ ഊഹാപോഹങ്ങൾ മാത്രമാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ. വിജയും സംഗീതയും വീണ്ടും ഒരുമിക്കുകയാണെന്നും ഡിവോഴ്സ് കേസ് പിൻവലിക്കുകയാണെന്നും തുടങ്ങിയ റിപ്പോർട്ടുകളെ തീർത്തും തള്ളിക്കളയുകയാണ് ഫിലിം ജേർണലിസ്റ്റ് ബിസ്മി. എനിക്കറിയാവുന്നിടത്തോളം അങ്ങനെ നടക്കില്ല. 2017 മുതലേ ഇവർ തമ്മിൽ പ്രശ്നമുണ്ട്. ഞാനായിട്ട് വിവാഹമോചനത്തിന് മുൻകൈ എടുക്കരുത്, സംഗീത തീരുമാനിച്ചാൽ തടുക്കുകയും ചെയ്യരുത് എന്നായിരുന്നു വിജയ് ചിന്തിച്ചത്.
കോടതിയെ സമീപിക്കുന്നതിന് മുൻപ് സെറ്റിൽമെന്റ് ചർച്ച നടന്നിരുന്നു. അവിടെ സംഗീതയുടെ ഡിമാൻഡ് വിജയ് അംഗീകരിക്കാനായില്ല. 100 മുതൽ 200 കോടി പണം ആവശ്യപ്പെട്ടത് വിജയ് സമ്മതിച്ചില്ല. ഒരു ഘട്ടത്തിൽ സംഗീത കോടതിയിൽ പോയി. സംഗീതയെ ഇതിനെ പ്രേരിപ്പിച്ച കുടുംബം ഏത് എന്നെല്ലാം വിജയ്ക്ക് അറിയാം. അത് വിജയുടെ ദേഷ്യത്തെ പല മടങ്ങ് കൂട്ടി. ചോദിക്കുന്ന പണം കൊടുക്കരുത് എന്ന പിടിവാശി കൂട്ടി. വിജയും സംഗീതയും ഒരുമിച്ചു എന്നെല്ലാം പറയുന്നത് ആരാധകരുടെ ആഗ്രഹം മാത്രമാണ്. വിജയും സംഗീതയും വീണ്ടും ഒന്നിച്ചു, ദൈവത്തിന് നന്ദി എന്നെല്ലാം ഞാൻ സോഷ്യൽ മീഡിയയിൽ കാണാറുണ്ട്. ഞാൻ ഇതൊക്കെ കണ്ട് ചിരിക്കാറാണ് പതിവെന്നും ബിസ്മി പറഞ്ഞു. ഇതുമായി ബന്ധപ്പെടുത്തി നോക്കുകയാണെങ്കിൽ വിജയ് തെരഞ്ഞെടുപ്പ് വേളയിൽ സ്വന്തം വസ്തുക്കളെല്ലാം വിൽക്കാൻ നോക്കിയിരുന്നു. അത് അന്ന് വലിയ ചർച്ചയാകുകയും സംഗീതയ്ക്ക് സ്വത്ത് നൽകാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ പേരിൽ എല്ലാ വസ്തുവകകളും വിൽക്കുകയും അത് പാർട്ടി പ്രവർത്തനത്തിന് വേണ്ടി ആണെന്ന് പറയുകയും ചെയ്തിരുന്നു. ഇരുവരും വീണ്ടും ഒരുമിക്കുന്ന കാര്യത്തിൽ പലർക്കും സംശയങ്ങളുണ്ട്. കാരണം തൃഷയുമായുള്ള ബന്ധം വിജയ് ഏറെക്കുറെ പരസ്യമാക്കി കഴിഞ്ഞു. വിജയ് തന്റെ ജീവിത പങ്കാളിയാണെന്ന ആത്മവിശ്വാസത്തിൽ തന്നെയുള്ള തൃഷയുടെ പെരുമാറ്റങ്ങളും സൂചിപ്പിക്കുന്നുണ്ട്. വിജയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ തൃഷ എത്തി. ശോഭാ ചന്ദ്രശേഖരനെ തൃഷ അന്ന് ആലിംഗനം ചെയ്യുകയും ചെയ്തു. തൃഷ വിജയ് വിവാഹം ഉടനെ ഉണ്ടാകുമെന്നാണ് അന്ന് വന്ന അഭ്യൂഹങ്ങൾ. ഇതിനുശേഷമാണ് പുതിയ അഭ്യൂഹം. ഇമേജ് തിരിച്ചുപിടിക്കാൻ വേണ്ടി വിജയുടെ PR ടീമുകൾ പ്രചരിപ്പിക്കുന്ന വാർത്തയാണിതെന്നാണ് സോഷ്യൽ മീഡിയയിലെ നിരീക്ഷണം. സംഗീതയും വിജയും ഇനി ഒരുമിക്കാനേ സാധ്യതയില്ല എന്നും ഇവർ പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസമായിരുന്നു വിജയുടെ പിറന്നാൾ ദിനം. ഇക്കാര്യത്തിൽ വ്യക്തത വന്നേക്കും എന്നാണ് പലരും പ്രതീക്ഷിച്ചിരുന്നത്. ഒരുപക്ഷെ നിയമപരമായി ഡിവോഴ്സിന് നീങ്ങാതെ സെറ്റിൽമെന്റിന് സംഗീത തയ്യാറായതായിരിക്കുമെന്നും വാദമുണ്ടായിരുന്നു. കോടതി നടപടിക്രമങ്ങൾക്ക് നാളുകൾ എടുക്കും. ഇത് ഒഴിവാക്കാൻ വേണ്ടി ആയിരിക്കും ഇങ്ങനെ പിന്മാറുന്നത്. അതേസമയം വിജയുടെ പേര് മോശമാകാതിരിക്കാൻ വേണ്ടി അമ്മ ഇടപെട്ട് വിവാഹമോചനത്തിൽ നിന്നും പിന്മാറ്റിച്ചുവെന്നും ഇക്കാര്യത്തെ വ്യാഖ്യാനിച്ചതാകാനും ഇടയുമുണ്ടെന്നും വാർത്തകൾ വരുന്നുണ്ട്. വിജയ് സംഗീത ദാമ്പത്യം തകരാൻ കാരണം വിജയ് തൃഷയുമായുള്ള അടുപ്പമാണെന്നും നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ വിജയെ അഭിനന്ദിക്കാൻ തൃഷ വീട്ടിലേക്ക് വന്നതും വിജയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിലെ തൃഷയുടെ സാന്നിധ്യവുമെല്ലാം ആ കിംവദന്തികൾക്ക് ശക്തി നൽകുന്നത് തന്നെയായിരുന്നു. നടൻ അജിത്തിന്റെ അമ്മ മരിച്ചപ്പോൾ വിജയ്ക്കൊപ്പം തൃഷയും അജിത്തിനെ ആശ്വസിപ്പിക്കാൻ എത്തിയിരുന്നു. വിജയും തൃഷയും തങ്ങളുടെ പ്രണയം പറയാതെ പറയുകയാണെന്നാണ് സോഷ്യൽ മീഡിയയുടെ വിലയിരുത്തൽ. അതിനിടെ നടി തൃഷ വിവാഹിതയായെന്ന തരത്തിലും പ്രചാരണങ്ങൾ നടക്കുന്നുണ്ട്. ഒരു പരിപാടിക്കിടെ തൃഷ എത്തിയപ്പോൾ കഴുത്തിൽ താലിമാലയും കയ്യിൽ എൻഗേജ്മെന്റ് മോതിരവും ഉണ്ടായിരുന്നുവെന്നാണ് സോഷ്യൽ മീഡിയയുടെ കണ്ടെത്തൽ. എന്നാൽ ഇപ്പോൾ പ്രചരിക്കുന്ന വീഡിയോ ബാഡ് അഗ്ലി സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായുള്ളതാണെന്നാണ് ആരാധകർ പറയുന്നത്. തൃഷ ധരിച്ചിരുന്നത് താലിമാല അല്ല എന്നും അത്തരത്തിലുള്ള ഒരു ലോക്കറ്റ് മാത്രമാണെന്നും ആരാധകർ പറയുന്നുണ്ട്. ഈ വിവാദങ്ങൾക്കിടയിലും വിജയ് തന്റെ രാഷ്ട്രീയ കർത്തവ്യങ്ങളിൽ പൂർണ്ണമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്. എന്നാൽ വ്യക്തിജീവിതത്തിലെ ഈ തകർച്ചകൾ അദ്ദേഹത്തിന്റെ ആരാധകരെയും ഏറെ വേദനിപ്പിക്കുന്നുണ്ട്. തൃഷയുടെ സാന്നിധ്യവും അത് സൃഷ്ടിച്ച വിവാദങ്ങളും കുടുംബത്തിന്റെ അസാന്നിധ്യവും ചേർന്ന വലിയൊരു നാടകീയതയാണ് ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിന് സാക്ഷ്യം വഹിച്ചത്. വിജയ് എന്ന നടനിൽ നിന്ന് തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി എന്ന പദവിയിലേക്ക് അദ്ദേഹം എത്തുമ്പോൾ സ്വന്തം കുടുംബത്തെ ഒപ്പം നിർത്താൻ കഴിയാതെ പോയത് എന്തുകൊണ്ടെന്ന ചോദ്യവും ഇനിയും ഉത്തരം ലഭിക്കാതെ അവശേഷിക്കുകയാണ്. ഡിസംബർ 2025 തമിഴ്നടൻ വിജയുടെ ഭാര്യ സംഗീത സ്വർണലിംഗം വിവാഹമോചന അപേക്ഷ നൽകിയത്. 26 വർഷത്തെ വിവാഹ ബന്ധത്തിന് ശേഷമാണ് അവർ ബന്ധം വേർപെടുത്താനായി തമിഴ്നാട്ടിലെ ചെങ്കൽപ്പേട്ട് കുടുംബ കോടതിയെ സമീപിച്ചത്. ഇതിനെക്കുറിച്ചുള്ള വിജയുടെ അച്ഛൻ SA ചന്ദ്രശേഖരന്റെ വാക്കുകളും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നു. വിജയും സംഗീതയും തമ്മിലുള്ള വിവാഹമോചന കേസ് വളരെ മുമ്പ് തന്നെ ഒത്തുതീർപ്പാക്കിയതാണെന്നും ഇപ്പോൾ രാഷ്ട്രീയ കാരണങ്ങളാലാണ് ആ വാർത്ത വീണ്ടും സജീവമാകുന്നത് എന്നുമാണ് അദ്ദേഹത്തിന്റെ വാദം. ചിലർ അത് ദുരുപയോഗം ചെയ്യുകയാണെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞിരുന്നു. You're watching me and you're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.